ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ നല്ലതായി പൊരിച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കൻ ചെറിയ പീസാക്കി ഇടണം. നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മളിവിടെ ഉള്ളിയും വെളുത്തുള്ളിയും മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ തക്കാളിയും കുക്കുംബറും പിന്നെ പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കുറച്ച് വെന്തിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നല്ലോണം മൊരിയട്ടെ. നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിത് മുഴുവനായിട്ട് നമ്മുടെ ബൗളിലേക്ക് ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ഒരു പാനിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് വാടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. വാടി വന്ന ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. നല്ലതായി ഇളക്കണം. നമ്മൾ ഈ വാടിയ ഉള്ളിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം. നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ വാട്ടിക്കൊണ്ടിരുന്ന ഉള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഇനി റൊട്ടി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തു വെച്ച റൊട്ടി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കൊണ്ടുപോകാം. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. നമുക്ക് ഇത്ര കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നമുക്ക് റൊട്ടി പാനിലേക്ക് വെക്കാം. ഇനി നമുക്ക് റൊട്ടി മറിച്ചിടാം.
ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നമ്മള് ബ്രെഡിലേക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു റൊട്ടി അതിൻ്റെ മേലേക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ ബർഗർ ബെൻഡർ എടുത്തിട്ട് റൊട്ടി അതിൻ്റെ മേലേക്ക് വെക്കാം. നമുക്കിനി ഈ റൊട്ടി അതിൻ്റെ മേലെ വെച്ച് അത് നമുക്ക് ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമുക്കിനി ഈ ഗ്യാസ് സ്റ്റൗ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഇത് ഇതിലേക്ക് വെക്കാം. നമുക്കിത് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. നമുക്ക് സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കിയ സാൻഡ്വിച്ച് തിന്നോക്കാം. അടിപൊളി.